വിശ്വാസം. രചന വസീം അക്രം ആൻഡ് റിൻസി പ്രിൻസ്. വൈകുന്നേരത്തെ എന്താ പരിപാടി? മീറ്റിംഗ് കഴിഞ്ഞതും അബി ചോദിച്ചു. രഞ്ജിത്ത് ഒരു സംശയത്തോടെ അവളെ നോക്കി. എന്ത് പരിപാടി? താൻ മുംബൈ വരെ വന്നിട്ടൊന്ന് ആഘോഷിക്കാതെ പോകണോ? അബി കുസൃതിയോടെ ചോദിച്ചു. അഭിരാമി എന്താ ഉദ്ദേശിക്കുന്നത്? ഒരിക്കൽ കൂടെ അവൻ ചോദിച്ചു. ഞാനൊരു പെണ്ണാണ് രഞ്ജു, ഇതിൽ കൂടുതൽ ഓപ്പണായിട്ട് പറയാൻ എനിക്കറിയില്ല. അത്രയും പറഞ്ഞുകൊണ്ട് മനം മയക്കുന്ന ഒരു ചിരിയുമായി അവൾ പുറത്തേക്ക് പോയി. രഞ്ജിത്ത് ഒന്നും മിണ്ടാതെ റൂമിലേക്ക് പോയി അവൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തു. തൻ്റെ കമ്പനിയിലെ സഹപ്രവർത്തകയാണ് അഭിരാമി. ഏകദേശം 6 മാസമായി അവൾ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട്. അന്ന് തൊട്ടൊരു പ്രത്യേക ഇൻറ്റിമസി അവൾക്ക് തന്നോടുണ്ട്. അഭിരാമിയുടെ ഭർത്താവ് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. ഒരു മകളുണ്ട്, ബോർഡിംഗ് സ്കൂളിൽ പഠിക്കുന്നു. വന്ന നാൾ മുതൽ അഭിരാമിക്ക് തന്നോടൊരു പ്രത്യേക താല്പര്യമുണ്ടോ എന്ന് സംശയം തോന്നിയിരുന്നു. പിന്നീട് സംസാരിച്ചപ്പോഴാണ് അറിയുന്നത് അവൾ കോളേജിൽ തൻ്റെ ജൂനിയർ ആയിരുന്നു എന്നുള്ള കാര്യം. ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിലും കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നോടൊരു താല്പര്യമുണ്ടായിരുന്നുവെന്ന് അവളുടെ സംസാരത്തിൽ നിന്നും മനസ്സിലായിരുന്നു. ഒരു കൗതുകം നിറഞ്ഞ ചിരിയോടെയാണ് താനതൊക്കെ എടുത്തിരുന്നത്. പക്ഷേ അറിഞ്ഞോ അറിയാതെ അഭിരാമി ഇടയ്ക്കിടെ തട്ടുകയും മുട്ടുകയും ചെയ്ത് അവളുടെ മനസ്സിലുള്ള കാര്യം പല ആവർത്തി പറയാതെ പറഞ്ഞു. ഒരിക്കലൊരു നീണ്ടുപോയ ജോലി തിരക്കിനിടയിൽ അവളെ ഇന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോഴായിരുന്നു അഭിരാമി തന്നോട് ഇഷ്ടം ആദ്യമായി തുറന്നു പറയുന്നത്. മറ്റൊന്നും വേണ്ട രഞ്ജു, താനൊരു ഭർത്താവാണ്, എനിക്കറിയാം. ഞാനൊരു ഭാര്യയാണ്. ഇപ്പോൾ പഴയതുപോലെ നിങ്ങളെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല രഞ്ജു. പക്ഷേ ആരും അറിയാതെ ഈ സ്നേഹം മുന്നോട്ടുണ്ടാകാൻ നമുക്ക് കഴിയും. അഭിരാമി, ഇങ്ങനെയൊന്നും എന്നോട് സംസാരിക്കരുത്. പഠിക്കുന്ന കാലത്ത് നമുക്ക് പലതും തോന്നും, ശരിയാണ്. പക്ഷേ അതൊക്കെ പ്രായത്തിൻ്റെ പുറം ചാപ്പല്യതകൾ മാത്രമാണ്. എനിക്കും പല പെൺകുട്ടികളോടും താല്പര്യം തോന്നിയിട്ടുണ്ട്. പക്ഷേ വിവാഹത്തിൻ്റെ ശേഷവും നമ്മളതിന് പ്രാധാന്യം കൊടുത്താൽ തകരുന്ന നമ്മുടെ കുടുംബമാണ്. അതൊരു ചില്ലുപാത്രം പോലെയാണ് നമ്മുടെ കുടുംബം. അത് സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. പലപ്പോഴും ഈ ആവശ്യമായി അവൾ തൻ്റെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ നിരസിക്കുകയായിരുന്നു. അങ്ങനെയിരിക്കുന്ന സമയത്താണ് ഈ മീറ്റിംഗ് വരുന്നത്. ഓഫീസിൽ നിന്ന് താൻ അവൾ മാത്രമായിട്ടുള്ള ഒരു യാത്ര. ഓർമ്മകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് രഞ്ജിത്ത് കുളിക്കാനായി കയറി. കുളി കഴിഞ്ഞൊരു കപ്പ് കാപ്പിയുമായി ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കി. പെട്ടെന്നാണ് ഫോൺ ബെല്ലടിച്ച്. നോക്കിയപ്പോൾ അനുവാണ്. അവൻ കോൾ എടുത്തു. ഹലോ, മീറ്റിംഗ് കഴിഞ്ഞ് വന്നോ ഏട്ടാ? അവളുടെ സ്വരം കാതിലെത്തിയപ്പോൾ ചുണ്ടിലൊരു ചെറിയ ചിരി വിടർന്നു. ഇപ്പോൾ റൂമിൽ വന്നൊരു കുളിയൊക്കെ കഴിഞ്ഞ് കയ്യിലൊരു കപ്പ് കാപ്പിയായിട്ട് ബാൽക്കണി നിൽക്കുക. നീ ഓഫീസിൽ നിന്ന് വന്നോ? ഒന്നും പറയണ്ട ഏട്ടാ, ഓഫീസിൽ വന്നപ്പോഴാണ് അമ്മയുടെ ഗുളിയൊക്കെ തീർന്നു എന്ന് പറയുന്നത്. രാവിലെ എന്നോട് പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ വന്നു കയറി അപ്പം തന്നെ ഒരു ഓട്ടോ പിടിച്ച് മെഡിക്കൽ സ്റ്റോറിൽ പോയി ഗുളിക വാങ്ങി തിരികെ വന്നു. ഇപ്പോൾ അവളെ പഠിപ്പിച്ച് കഴിഞ്ഞൊന്നും ഇരിക്കുന്നതേ ഉള്ളൂ. ഇനി വേണം കുളിക്കാനും ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ. അമ്മ മാവ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പാവം, എനിക്ക് ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയാവും. സമയം ഒരുപാടായല്ലോ, നീ ചെന്ന് കുളിക്കാതെയും. ശരി, കിടക്കുന്നതിന് മുമ്പ് വിളിക്കാം. ഏട്ടൻ പോയി എന്തെങ്കിലും കഴിക്കേ. ശരി. ഫോൺ വെച്ചതും അവൻ ആലോചിച്ചു അനുപമയെക്കുറിച്ച്. സ്നേഹിച്ച് വിവാഹം കഴിച്ച പെൺകുട്ടിയായിരുന്നു. സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാത്തൊരു പെൺകുട്ടി. അനാഥാലയത്തിൽ നിന്ന് വന്ന് പഠിച്ചിരുന്ന പെൺകുട്ടിയോട് തോന്നിയ കൗതുകമായിരുന്നു പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറിയത്. ഒരുപക്ഷെ അവളോടുള്ള പ്രണയത്തിൻ്റെ അന്ധത കൊണ്ടായിരിക്കാം ഇപ്പോൾ അഭിരാമിയെപ്പോലുള്ള പെൺകുട്ടികൾ തന്നോട് കാണിച്ച താല്പര്യം മറന്നുപോയത് തന്നെ. ചേർത്ത് പിടിച്ച അന്ന് മുതൽ തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന പെണ്ണാണ്. തൻ്റെ കുടുംബത്തിനെ മുഴുവൻ സ്വന്തമായി കാണുന്നവളാണ്. അച്ഛനെയും അമ്മയെയും കുഞ്ഞുങ്ങളെയും ഒരു കുറവും വരുത്താൻ നോക്കുന്ന ആളാണ്. ജോലി തിരക്കും വീട്ടിലെ ജോലിയുമെല്ലാം ഒരുപോലെ ചെയ്ത് വീണ്ടും തനിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവൾ. ഒരു പാവം പെണ്ണ്. അവളുടെ നൈർമല്യമുള്ള മുഖം പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു. പെട്ടെന്നാണ് ഡോറിൽ മുട്ടി കേൾക്കുന്നത്. അഭിരാമിയായിരിക്കുമെന്ന് അവൻ ഉറപ്പായിരുന്നു. വാതിൽ തുറന്നു. അഭിരാമി തന്നെയാണ്. എനിക്ക് അകത്തേക്ക് കയറി തരാവോ? ശരിയോടെയാണ് അവൾ ചോദിച്ചത്. അവൻ അവൾ അകത്തേക്ക് ക്ഷണിച്ചു. ഡിന്നർ കഴിക്കണ്ടേ? അഭിരാമി അകത്തേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു. ഒരു നൈറ്റിയാണ് അവൾ ധരിച്ചിരിക്കുന്നത്. വളരെ നേർത്ത ഒരു നൈറ്റി. ഒരുപക്ഷെ അവനിൽ എന്തെങ്കിലും ആവേശം സൃഷ്ടിക്കാൻ വേണ്ടിയായിരിക്കും അവൾ അത് തന്നെ തിരഞ്ഞെടുത്തു. ഒരു നിമിഷം ചിരി വന്നുപോയി രഞ്ജിത്തിന്. ഭക്ഷണത്തിന് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. കുറച്ചു നേരം രണ്ടുപേരും മൗനമായിരുന്നു. പിന്നെ പതിയെ അഭി അവൻ്റെ അരികിലായി വന്നിരുന്നുകൊണ്ട് തോളിൽ കൈവച്ച്. നോക്ക് അഭിരാമി, താനിപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. നിനക്കിനോട് കോളേജ് ടൈമിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇഷ്ടം അതൊരു അഭിനിവേശമായിരുന്നു. അത് വീണ്ടും വീണ്ടും അഭിരാമി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എന്ത് നടന്നാലും ആരും ഒന്നും അറിയാൻ പോകുന്നില്ല, ഞാനും നീയും അല്ലാതെ. ഞാനൊരു പുരുഷനാണ്. എനിക്കും ചിലപ്പോൾ എൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാതെ വന്നേക്കാം. അഭിരാമിക്ക് എന്നെ ഇഷ്ടമാണ്, പക്ഷേ അത് പ്രണയമല്ല. വെറുമൊരു നിമിഷം നേരത്തേക്കുള്ള സുഖത്തിന് വേണ്ടി മാത്രം തോന്നുന്നൊരിഷ്ടം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കേ. എന്നോട് ഈ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ പകുതി സ്നേഹം അഭിരാമി ഭർത്താവിനോട് കാണിച്ചിട്ടുണ്ടോ? അയാളെ പ്രണയിച്ചിട്ടുണ്ടോ? അവൾ മൗനമായി. ഇല്ല എന്ന് ഞാൻ പറയും. അഭിരാമിക്ക് വേണ്ടി, നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയാണ് അയാൾ അന്യനാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്നത്. അയാൾക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം. പക്ഷേ എൻ്റെ ഭാര്യയും കുഞ്ഞും അന്തസ്സായി ജീവിക്കണം എന്നുള്ളതുകൊണ്ടാണ് രാവ് പകലാക്കി അതേ അവിടെ ജോലി ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു മനുഷ്യന് അഭിരാമിക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനം മറ്റൊന്നുമല്ല, കളങ്കമില്ലാത്തൊരു മനസ്സാണ്. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അഭിരാമിയുടെ കൂടെ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ ഈ പ്രാവശ്യം ഈ കാര്യം പറഞ്ഞ് ഉറപ്പിക്കാൻ എനിക്ക് കഴിയുമെന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രണ്ടുപേരും മാത്രമായിട്ടും ഈ യാത്രയ്ക്ക് ഞാൻ സമ്മതം മൂളിയത്. അഭിരാമി ഒരു പെൺകുട്ടിയുടെ അമ്മയാണ്. അതുകൂടി ചിന്തിക്കണം.
നേർവഴി കാണിച്ച് മുമ്പോട്ട് നടത്തേണ്ടവർ തന്നെ തെറ്റ് ചെയ്ത് തുടങ്ങരുത്. അഭിരാമിയേക്കാൾ കൂടുതൽ വികാരങ്ങൾ ഒരു പുരുഷനാണ് ഞാൻ. വേണമെങ്കിൽ എനിക്ക് എൻ്റെ ഭാര്യയെ വഞ്ചിക്കാം, ആരും അറിയില്ല. അറിഞ്ഞാൽ അവൾക്ക് പോകാൻ മറ്റൊരു ഇടമില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ എല്ലാം സഹിച്ച് നിൽക്കുമായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് അഭിരാമിയുടെ തീരുമാനത്തിനൊപ്പം വേണമെങ്കിൽ നിൽക്കാം. പക്ഷെ അഭിരാമിയെ കാണുമ്പോൾ ചൂടുപിടിക്കുന്ന എൻ്റെ ശരീരത്തിനെ തണുപ്പിക്കാൻ എനിക്കൊരൊറ്റ ഓർമ്മ മാത്രം മതി. എൻ്റെ ഭാര്യയുടെ വയറിലെ 14 തുന്നിക്കിട്ട്. എൻ്റെ കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവൾ സഹിച്ച വേദനയുടെ അടയാളമാണത്. അതോർക്കുമ്പോൾ എനിക്കൊരു സ്ത്രീയെപ്പോലും മോശങ്ങളിൽ കൂടെ കാണാൻ കഴിയില്ല. അത്രയും രഞ്ജിത്ത് പറഞ്ഞപ്പോഴേക്കും അഭിരാമിയുടെ ഉള്ളിലും വേദന പടരുന്നുണ്ടായിരുന്നു. ഒന്നും പറയാതെ അവൾ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അഭി, അവൾ തിരിഞ്ഞു നോക്കി. ഒരു ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് നമ്മുടെ പങ്കാളി കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സമ്മാനം വിശ്വാസമാണ്. അവർ നമുക്ക് നൽകുന്ന വിശ്വാസം നിലനിർത്തി പോവുക എന്നതാണ്. അവളൊന്നും മിണ്ടാതെ ഓപ്പോസിറ്റ് സൈഡിൽ തൻ്റെ റൂം തുറന്ന് തിരിച്ച് ലോക്ക് ചെയ്യുന്ന രഞ്ജിത്ത് ചെറുചിരിയോടെ നോക്കി നിന്നു. പിന്നീട് ഫോൺ എടുത്ത് ഗ്യാലറിയിലുള്ള അനുപമയുടെ ഫോട്ടോ നോക്കി കുറേ നേരം കിടന്നു. പിന്നീട് എപ്പോഴോ നിദ്രയിലേക്കാവും വഴുതി വീണു. അപ്പോൾ ഫോൺ ബെല്ലടിച്ചു. അനു കോളി. അത് കണ്ടതും ചെറിയൊരു ചിരിയോടെ രഞ്ജിത്ത് ഫോൺ എടുത്തു. ഒരു ഭർത്താവിന് നമ്മുടെ പങ്കാളി കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സമ്മാനം അത് വിശ്വാസമാണ്. അവർ നമുക്ക് നൽകുന്ന വിശ്വാസം നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ളതാണ്.